ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സിംഗ് ഡാറ്റ, അതുപോലെ തന്നെ മിസ്സിംഗ് ഡാറ്റ ടൈപ്സ്, ടെക്നിക്സ് ഫോർ ഹാൻഡ്ലിംഗ് മിസ്സിംഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ള ഒരു ടേമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക്, എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക്? സോഷ്യൽ നെറ്റ്വർക്ക് ഈസ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് അമംഗ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഹൗസ് ഹോൾഡ്സ്, കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഫാമിലീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള തുടങ്ങിയ ആളുകൾക്കിടയിലുള്ള ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സമുദായങ്ങൾ തമ്മിലുള്ള, വീട്ടുകാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, റിലേറ്റീവ്സ് തമ്മിലുള്ള, സുഹൃത്തുക്കൾ തമ്മിലുള്ള, വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനെറ്റ് ബേസ്ഡ് സോഷ്യൽ മീഡിയ സച്ച് ആസ് ഫേസ്ബുക്ക്, വാട്സാപ്പ് എക്സെട്ര നൗ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ക്രിയേറ്റിംഗ് സോഷ്യൽ നെറ്റ്വർക്ക്. സോഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്ക്, വാട്സപ്പിനൊക്കെ നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. സോഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫേസ്ബുക്കും വാട്സപ്പും നിസ്തുലമായിട്ടുള്ള ഒരു റോളാണ് വഹിക്കുന്നത്. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗാദറിംഗ് ഡാറ്റ ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് അനലൈസിങ് ഡാറ്റ ടു മേക്ക് ബിസിനസ് ഡിസിഷൻസ്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസിനെയാണ് എന്ത് പറഞ്ഞത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസിനെയാണ് എന്ത് പറഞ്ഞത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next, social network analysis and business analytics. ബിസിനസ് അനലിറ്റിക്സും സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസും തമ്മിലുള്ള ആ ഒരു ബന്ധം. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഇൻറ്റിഗ്രൽ പാർട്ട് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. എന്താണ് ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഒരു നല്ലൊരു പാർട്ടാണെന്ത്? സോഷ്യൽ അനാലിസിസ് എന്നുള്ളത്. ദെൻ സോഷ്യൽ നെറ്റ്വർക്ക് ഈസ് വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ ഫോർ ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സിന് നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ടല്ലേ ബിസിനസ് അനാലിസിസ് നടത്തുക. അതിന് ഡാറ്റ കളക്ഷൻ്റെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ഡാറ്റയാണെന്ത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്നുള്ളത്. ദെൻ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഹെൽപ്പ് ബിസിനസ് ഇൻ ഡിസ്കവറിങ് ദ പാറ്റേൺസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾസ്. ജനങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് പാറ്റേൺ, അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷന് ഡിസ്കവർ ചെയ്യാൻ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് സഹായിക്കുന്നു. ദിസ് ഡാറ്റ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിറ്റർമിനിങ് കസ്റ്റമർ ബിഹേവിയർ, അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് ട്രെൻഡ്, സോൾവിങ് ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലംസ് എക്സെട്ര. എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ നമ്മൾ കസ്റ്റമറുടെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യാൻ, അതുപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നു. കസ്റ്റമർ ബിഹേവിയർ മനസ്സിലാക്കാൻ, മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിലൂടെ സാധിക്കുന്നു. Then business and other applications of social network analysis. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ബിസിനസ്സുകൾ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷനും. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഉപയോഗങ്ങൾ ആണ് നമുക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, അനാലിസിസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു കളക്ട് കസ്റ്റമർ ഡാറ്റ സച്ച് ആസ് കസ്റ്റമർ പ്രൊഫൈൽ, കസ്റ്റമർ ബിഹേവിയർ, കസ്റ്റമർ പ്രിഫറൻസ്, കസ്റ്റമർ നീഡ്സ് ആൻഡ് ബൈ മോട്ടീവ്സ്. കസ്റ്റമറുടെ നീഡുകൾ അല്ലെങ്കിൽ കസ്റ്റമറുടെ പ്രിഫറൻസ്, ടേസ്റ്റ്, അതുപോലെ തന്നെ കസ്റ്റമർ ബിഹേവിയർ, കസ്റ്റമർ പ്രൊഫൈല്,
തുടങ്ങിയ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ്, സോൾവിങ് ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലംസ്. ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനും നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിക്കും. ദെൻ നെക്സ്റ്റ്, എനേബിൾ ഓർഗനൈസേഷണൽ ചേഞ്ച്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഐഡൻറ്റിഫൈ ദി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ നെറ്റ്വർക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഫോർമലായിട്ടുള്ളതും ഇൻഫോർമലായിട്ടുള്ളതുമായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിക്കുന്നു. അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് നെറ്റ്വർക്ക് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്രൂവ് ബിസിനസ് പെർഫോമൻസ്. ഇത്തരത്തിലുള്ള ഈ ഒരു നെറ്റ്വർക്കുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധ്യമാകും. അല്ലേ, ബിസിനസ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കുകൾ ആവശ്യമാണ്. അല്ലെ, ഓർഗനൈസേഷനിലുള്ള ഫോർമലായിട്ടുള്ള ഇൻഫോർമലായിട്ടുള്ള നെറ്റ്വർക്കുകൾ ആവശ്യമുണ്ട്. സോ അത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഓർഗനൈസേഷനുകൾ അല്ലേ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒക്കെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഓർഗനൈസേഷൻ ആഡ് കാര്യങ്ങൾ, ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. സോ അല്ലേ, അത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ നടത്തിയാൽ അവർക്ക് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ അല്ലേ കമൻ്റൊക്കെ ഇട്ടുകൊടുക്കുന്ന ചാൻസുകളൊക്കെ ഉണ്ട്. കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരത്തിലുള്ള ഓരോരുത്തർ പബ്ലിക് കമൻറ്റ് ചെയ്യുമ്പം ആ കസ്റ്റമറെ കുറിച്ചിട്ടുള്ള നീഡ്സ്, പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പനിക്ക് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയിലൂടെ. അത്തരത്തിൽ ആ ഡാറ്റകൾ അനലൈസ് ചെയ്താൽ അല്ലേ ബിസിനസ് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. സോ അതിലൂടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഹെൽത്ത് ബിഹേവിയർ. ഇത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ല, ഹോസ്പിറ്റലുമായിട്ടുള്ള ബിസിനസ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഹെൽത്ത് ഡാറ്റ ത്രൂ സോഷ്യൽ നെറ്റ്വർക്ക്സ്. എന്താണ്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് എക്സെട്ര ഫോർ ഡിസൈനിങ് ഹെൽത്ത് പ്ലാൻ. എന്താണ്, അതുപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിനും ഗവൺമെൻറ്റിനും ഒക്കെ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രിമിനൽ ആൻഡ് ടെററിസ്റ്റ് നെറ്റ്വർക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസുകൾ അവർ ആ ഒരു കണക്ഷൻസ് ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്രൈംസുകൾ ഉടലെടുക്കുന്നതും എന്തിലൂടെയാണ്, ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയാണ്. ഈ പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് നടത്തിയാൽ അത്തരത്തിലുള്ള ക്രിമിനൽസ് ആക്ടിവിറ്റികളെ അല്ലെങ്കിൽ ക്രിമിനൽ നെറ്റ്വർക്കുകളെ കണ്ടെത്താനും അത് ഒഴിവാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. Through analyzing the communication between social networks, government and law enforcement agencies can identify criminal and terrorist network. പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് അനാലിസിസ് നടത്തിയാൽ, പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് നടത്തിയാൽ ഗവൺമെൻറ് പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ക്രിമിനലായിട്ട് ബന്ധപ്പെട്ട ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്കുകളെ കണ്ടെത്താനും അത് ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. ദെൻ നെക്സ്റ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ. ഒരു ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എത്രമാത്രം എഫക്റ്റീവാണ് എന്നുണ്ടെങ്കിൽ അല്ലേ അത് എത്രമാത്രം എഫക്റ്റീവാണെന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസിലൂടെ സാധിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.